നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പടന്നക്കാട് ഒഴിഞ്ഞവളപ്പിൽ വീടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 10 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയി സ്വർണം കവർന്ന കേസിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായതായി പോലീസ്. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഇന്നലെ പുലർച്ചെ 3 മണിയോടെയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണ കമ്മൽ കവർന്ന ശേഷം ഉപേക്ഷിച്ചു കടന്നത്. മലയാളം സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളാണ് പ്രതിയെന്നാണ് കുട്ടിയുടെ മൊഴി. പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം തുടരുന്നുണ്ട്. കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസ് ഇന്നലെ പ്രത്യേക യോഗം വിളിച്ച് അന്വേഷണ പുരോഗതി വിലയിരുത്തിയിരുന്നു. പുലർച്ചെ 3 മണിയോടെ കുട്ടിയുടെ മുത്തച്ഛൻ പശുവിനെ കറക്കാനായി വീടിന്റെ അടുക്കളവാതിൽ തുറന്ന് പുറത്തിറങ്ങിയിരുന്നു. ഇതുവഴിയാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണ്ണാഭരണം കവറുകയായിരുന്നു എന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെയാണ് കുട്ടി ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്ന് മനസ്സിലായത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് കുട്ടി ഇപ്പോൾ. ഇവിടെ നടത്തിയ പരിശോധനയിലാണ് ലൈംഗികാതിക്രമത്തിന് ഇരയായതായി കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കണ്ണിലും കഴുത്തിലും മുറിവേറ്റ നിലയിലാണ് അക്രമി ഉപേക്ഷിച്ച പെൺകുട്ടിയെ രാവിലെ നാട്ടുകാർ കണ്ടെത്തിയത്. പശുവിനെ കറക്കാനായി അതിരാവിലെ പതിവായി അടുക്കളവാതിൽ തുറക്കാറുണ്ടെന്നും കറവ കഴിഞ്ഞ ശേഷം മാത്രമേ അത് അടയ്ക്കാറുള്ളൂ എന്നും വ്യക്തമായി അറിയാവുന്ന ആരോ ആണ് സംഭവത്തിന് പിന്നിലെന്ന് തുടക്കത്തിലെ സംശയമുണ്ടായിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. പതിവ് പോലെ മുത്തച്ഛനൊപ്പം ഉറങ്ങാൻ കിടന്നതായിരുന്നു പെൺകുട്ടി. അച്ഛനും അമ്മയും മറ്റൊരു മുറിയിലായിരുന്നു. പുലർച്ചെ 2:30യോടെ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ മുൻവാതിൽ തുറന്ന് പുറത്തിറങ്ങി. ഈ സമയം പ്രതി വീടിനകത്ത് കയറുകയും ഉറങ്ങിക്കിടന്ന കുട്ടിയെ വായ പൊത്തിപ്പിടിച്ച് വീടിന്റെ അടുക്കളവാതിൽ വഴി പുറത്തെത്തിക്കുകയുമായിരുന്നു. ബഹളം വച്ചാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും കുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. പേടിച്ചുപോയ കുട്ടിയെ വീട്ടിൽ നിന്ന് 500 മീറ്ററിലേറെ അകലെയുള്ള വയലിലെത്തിച്ച് പീഡിപ്പിക്കുകയും ശേഷം കമ്മൽ ഊരിയെടുക്കുകയും ചെയ്തു. പിന്നീട് ഇനി തിരിച്ചു പോയിക്കോ, ഇവിടെ നിന്ന് 4ാമത്തെ വീടാണ് നിന്റേത് എന്ന് പറഞ്ഞതായും കുട്ടിയുടെ മൊഴിയിലുണ്ട്. തുടർന്ന് കുട്ടി ആദ്യം കണ്ട വീട്ടിലെത്തി കോളിംഗ് ബെൽ അടിച്ചു. അപ്പോഴേക്കും സമയം പുലർച്ചെ 4:45 ആയിരുന്നു. ഈ വീട്ടിലെത്തുമ്പോൾ കുട്ടി പേടിച്ചു വിറയ്ക്കുകയായിരുന്നുവെന്നും വെള്ളം വാങ്ങി കുടിച്ചെന്നും വീട്ടുകാർ പറഞ്ഞു. അവർ കുട്ടിയിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം കുട്ടിയുടെ അച്ഛനെ ഫോണിൽ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. അതേസമയം ഇതിനിടെ കറവ് കഴിഞ്ഞ് മുത്തച്ഛൻ തിരിച്ചെത്തിയപ്പോൾ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ അന്വേഷണം തുടങ്ങിയിരുന്നു. സാധാരണ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒപ്പമാണ് കുട്ടി കിടക്കാറ്. യാത്രയിലായതിനാൽ മുത്തശ്ശി ഇന്നലെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിൽ പ്രതിക്കായി പോലീസ് അന്വേഷണം തുടങ്ങി. അതേസമയം മറ്റൊരു സംഭവത്തിൽ ഇരട്ടയാറിൽ പോക്സോ കേസ് അതിജീവിത മരിച്ചത് കഴുത്ത് ഞെരിച്ചത് മൂലമാണെന്നും ശ്വാസം മുട്ടിയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കഴുത്തിൽ മുറുക്കിയിരുന്ന ബെൽറ്റ് മൂലമാണ് മരണം സംഭവിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. എന്നാൽ ബെൽറ്റ് സ്വയം കഴുത്തിൽ ചുറ്റിയതാണോ മറ്റാരെങ്കിലും ചെയ്തിട്ടാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഫോറൻസിക് വിരലടയാള വിദഗ്ധരുടെ പരിശോധനാ റിപ്പോർട്ട് ലഭ്യമായെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10:30യോടെയാണ് 18-കാരിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുണ്ട് ധരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ബെൽറ്റ് പലതവണ കഴുത്തിൽ ചുറ്റിയ ശേഷം ലോക്കിട്ട നിലയിലായിരുന്നു. പെൺകുട്ടിയുടെയും സുഹൃത്തുക്കളെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. മേഖലയിലെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.